ഹായ് ഡിയർ ഓൾ, എല്ലാവരും S1 എക്സാമൊക്കെ നല്ല പോലെ എഴുതി ഇപ്പോൾ ഹാപ്പി മൂഡിലാണ് S2 എൻ്റർ ചെയ്തത് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഈ S1 എക്സാമിന് 1-2 പേപ്പർ കുറച്ചൊരു ടഫാന്ന് പറഞ്ഞ് കുട്ടികൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും പേടിക്കൊന്നും വേണ്ട, ആർക്കും സപ്ലി ഒന്നും വരില്ല. സപ്ലി വരില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി S2 കിടക്കുക. പൈത്തണൊക്കെ കുറച്ച് ടഫായിരുന്നു, മാത്സ് കുറച്ച് ടഫായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ദെൻ എന്താണെങ്കിൽ സപ്ലി വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് ആണ് ഈ 2024 സ്കീം അനുസരിച്ച്. അതറിയാലോ, ഞാനൊരു വീഡിയോ വേറെ ഇടുന്നുണ്ട്, അതിന് സപ്ലിനെ പറ്റി വേറെ വീഡിയോ ഇടുന്നുണ്ട്. ഇവിടെ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ സപ്ലി വരില്ല എന്ന് തന്നെ വിചാരിച്ചോളുക. ഇനിയുള്ളത് മുമ്പോട്ട് നല്ലപോലെ ഓരോരോ ഡേയ്സിലും അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. ഒരു ബേർഡൻ ആവരുത്. എന്നാൽ നിങ്ങൾക്ക് സപ്ലി ഒന്നും ഇല്ലാതെ നല്ല പോലെ മാർക്കും സ്കോർ ചെയ്യുക, നല്ല ഗ്രേഡോട് കൂടി പാസ്സാവുകയും ചെയ്യാം. എഫ് എന്ന് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ റിസൾട്ടിൽ എഫ് എന്ന് വരാതിരിക്കാൻ ശ്രമിക്കുക. എഫ് എന്ന് വന്നാൽ ഫെയിലാണ്. പി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് നോക്കുക പി വന്നോ എന്നാണ്. പി പാസ്സാണ്. ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പാസ് എന്നുള്ളതാണ് നോക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഹയർ ഗ്രേഡ് ഉണ്ടോ എന്നൊക്കെ ഉള്ള നോർമലി സ്റ്റുഡൻറ്റിൻ്റെ കേസാണ് പറയുന്നത്, ഇങ്ങനെ നോക്കാറുള്ളത്. ഇവിടെ ഇന്നിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് KTU അക്കാഡമിക് കലണ്ടർ ഫോർ BTech S2. ഇതിൽ നിങ്ങൾക്ക് ക്ലാസ്സസൊക്കെ കമൻസ് ചെയ്യുന്നത് ജനുവരി 21 മുതൽ ലാസ്റ്റ് ഒരു ഏപ്രിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഏപ്രിൽ ഒരു 23rd വരെ ഉള്ളൂ. 23rd 24th ആ ഒരു ഡേയ്സ് വരെ ഉള്ളൂ. ഇവിടെ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓൺലി 65-67 ഡേയ്സ് മാത്രമേ വർക്കിംഗ് അവേഴ്സ് മാത്രമായിട്ടുള്ളൂ. ഒരു സെമസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 6 മന്ത് ഡ്യൂറേഷനാണ് പറയാറുള്ളത്. പക്ഷേ 2-2.5 മാസത്തോളം നമുക്ക് അതിൽ വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ. ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കഴിഞ്ഞ സമയം തന്നെ അത്രത്തോളം ഡേയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ നിങ്ങൾ ജോയിൻ ചെയ്തു. പിന്നെ വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, അതേപോലെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഓണം വെക്കേഷന് അതൊക്കെ കഴിഞ്ഞിട്ടാണ്. അധികമൊന്നും വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നില്ല. ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളായിരുന്നു അല്ലേ? അതേപോലെ തന്നെയാണ് ഇനിയുള്ള ഓരോ സെമസ്റ്ററും ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഈ മെയ്യിൽ തന്നെ നിങ്ങളുടെ S2 പബ്ലിക് എക്സാം ഉണ്ടായിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ആരും തന്നെ ഉഴപ്പാൻ നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പോർഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ, നോട്ട്സ് കിട്ടുമ്പോൾ അതൊക്കെ പഠിച്ച് പോയിക്കോളുക. അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക. അതിൻ്റെ ഇടയ്ക്ക് കോളേജ് എൻജോയ് ചെയ്യേണ്ടതൊന്നും പറയില്ല. കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്തോളുക. പിന്നെ ഈ 65-67 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നതിൽ തന്നെ ചില കോളേജിലൊക്കെ സാറ്റർഡേയ്സ് വർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു മാക്സിമം ഒരു 70 ഡേയ്സൊക്കെ കിട്ടും. ബട്ട് എന്നാലും ഈ ഒരു സെമസ്റ്ററിലാണ് കോളേജ് ഫൈൻ ആർട്സ് പല പേരിലുമായിരിക്കും നിങ്ങളുടെ ഫൈൻ ആർട്സൊക്കെ അറിയുന്നത്. ആർട്സ് ഫെസ്റ്റിവൽ, അതേപോലെ സ്പോർട്സ് മീറ്റ്, ആനുവൽ സ്പോർട്സ് മീറ്റ് എല്ലാം തന്നെ ഇപ്പോഴാണ് നടത്തുന്നത്. അതുകൊണ്ട് അതിനുള്ള ഡേയ്സൊക്കെ കട്ടായി മാറും. അങ്ങനത്തെ 1-2 ആഴ്ചയോളം അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ആയിട്ട്. അതൊക്കെ ഒരു 10 ദിവസമൊക്കെ അതിനൊക്കെ ആയിട്ട് അതും ഈ 65 ഡേയ്സ് എന്ന് പോകുമ്പോൾ ഓൺലി ഒരു 55 ഡേയ്സേ വർക്കിംഗ് ടൈം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവുള്ളൂ. അതായത് ക്ലാസ് എടുക്കുന്ന സമയം ഒരു 55 ഡേയ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം തന്നെ കുറഞ്ഞ ടൈമിനുള്ളിലാണ് ഓരോ സെമസ്റ്ററും കടന്നു പോകുന്നത്. പിന്നെ നിങ്ങളുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യും. വിത്തിൻ 1 മന്ത് ഓർ 1.5 മന്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യും. കാരണം ടീച്ചേഴ്സിൻ്റെ ലെവൽ എക്സാമിനേഴ്സ് എല്ലാം നിങ്ങളുടെയൊക്കെ എല്ലാ പേപ്പേഴ്സും കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊടുത്തതിന് ശേഷം ഇനിയുള്ളത് യൂണിവേഴ്സിറ്റി ലെവലിൽ അവർക്ക് അനാലിസിസ് നടത്തിയിട്ട് അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ടൈമേ എടുക്കുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളെ തൊട്ട് മുമ്പ് നടന്ന എക്സാം S7 എക്സാമിൻ്റെ S7കാരുടെ റിസൾട്ട് വന്നല്ലോ. എത്ര ഫാസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ KTU അത്രയും ഫാസ്റ്റായിട്ടാണ് എല്ലാം മുമ്പോട്ട് പോകുന്നത്. എക്സാം വാല്യുവേഷനൊക്കെ കഴിഞ്ഞു, പേപ്പറൊക്കെ വാല്യൂ ചെയ്തു. ടീച്ചേഴ്സും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല നിങ്ങളുടെ പേപ്പർ കണ്ടിട്ട്.
ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ റൈറ്റിങ്ങിലും മെത്തേഡ്സിലും പഠനത്തിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കുകയല്ല. എന്നാലും നല്ലപോലെ എഴുതിയ കുട്ടികളുണ്ട്. സ്കോർ ചെയ്യും എന്നുള്ള നിങ്ങൾ നല്ല സ്കോർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുക. പിന്നെ ഈ റിസൾട്ട് വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയം വരും. റിവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ അതിൻ്റെ റിസൾട്ട് വരുന്നത് നിങ്ങൾ S2 എക്സാം എഴുതി കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ റിവാലുവേഷൻ കൊടുത്തിട്ട് അതന്നെ വെയിറ്റ് ചെയ്യാതിരിക്കരുത്. ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിക്കും അത് കൊടുത്തേക്കണം. സപ്ലിക്കും അപ്ലൈ ചെയ്ത് സപ്ലിയും കൂടെ എഴുതിയിട്ടേ റിവാലുവേഷൻ്റെ ആ ഒരു റിസൾട്ട് വരുള്ളൂ. അപ്പോൾ റിവാലുവേഷൻ മാത്രം വിചാരിച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. സപ്ലിക്ക് അപ്ലൈ ചെയ്യുക. സപ്ലി അപ്ലൈ ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുള്ളവർ കേട്ടോ, ഫെയിലായാൽ അങ്ങനെയല്ല, ഒരു റിവാലുവേഷൻ കുറച്ചുകൂടെ മാർക്ക് ഫെയിലായവരല്ല, കുറച്ചുകൂടെ മാർക്ക് കിട്ടുമെന്ന് തോന്നുന്നവർ അങ്ങനെ ചെയ്തോളുക. ഒരിക്കലും റിവാലുവേഷൻ്റെ റിസൾട്ടും വെച്ചുകൊണ്ടിരിക്കരുത്, റിവാലുവേഷൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. അവർ സപ്ലിക്കും കൂടെ കൊടുത്തിട്ട് അതിന് കൂടെ പ്രിപ്പയർ ചെയ്തോളണം. ഓക്കെ, നിങ്ങളുടെ ഇവിടെ വാല്യുവേഷൻ്റെ ലീവായിരുന്നു ഈ ഒരു തവിട്ട് ലൈറ്റ് പിങ്ക് കളറിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ജാനുവരി 21 നിങ്ങൾ കമൻസ്മെൻറ്റ് ഓഫ് S2 ക്ലാസ്സസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ സെമിസ്റ്റർ എൻറോൾമെൻറ്റ് തുടങ്ങുന്നുണ്ട് 22 സെമിസ്റ്റർ എൻറോൾമെൻറ്റ് 28 വരെ സെം രജിസ്ട്രേഷനുള്ളൊരു ടൈമുണ്ട്. വിത്തിൻ ആ 28 ആ വീക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെമിസ്റ്റർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കണം. ദെൻ അവിടെ 27 നിങ്ങൾക്ക് ഫസ്റ്റ് അഡ്വൈസറി മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്, കോഴ്സ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിരിക്കണം. ദെൻ കോഴ്സ് സെലക്ഷൻ മാപ്പിംഗ്, കോഴ്സ് മാപ്പിംഗ് നിങ്ങൾക്ക് ചലഞ്ച് കോഴ്സസൊക്കെ ഉണ്ട്. അത് കോഴ്സ് മാപ്പിംഗ് ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിലാണ് കോഴ്സ് മാപ്പിംഗ് എൻഡ് ചെയ്യുന്നത്, ഫെബ്രുവരി 5. ദെൻ കോഴ്സ് സെലക്ഷനൊക്കെയുള്ള ലാസ്റ്റ് ഡേറ്റ് ഫോർ കറക്ഷൻസ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഴ്സ് മാപ്പിങ്ങിന് 7 ഫെബ്രുവരി 7. ദെൻ എക്സാം രജിസ്ട്രേഷൻ മെയിനായിട്ടുള്ളത് സാറ്റർഡേ ഫെബ്രുവരി 8 എക്സാം രജിസ്ട്രേഷൻ ബിഗിൻസ് ഫോർ BTech S2കാരുടെ എക്സാം രജിസ്ട്രേഷൻ. കണ്ടില്ലേ എത്രയും ഫാസ്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. ജനുവരി 21 സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഫെബ്രുവരി 8 തന്നെ നിങ്ങളുടെ S2ൻ്റെ എക്സാം രജിസ്റ്റർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അത് പെട്ടെന്ന് തന്നെ എൻഡ് ചെയ്യുന്നുണ്ട് 13 അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എക്സാം ഫീ ഒക്കെ അടയ്ക്കാൻ ആയിരിക്കണം. ഈ ഒരു ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കോളേജിൽ നിന്ന് പറയും. സാറ്റർഡേ 8 ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 13 വരെയാണ് ആ ഒരു എക്സാം രജിസ്ട്രേഷൻ ഫോർ S2 സ്റ്റുഡൻറ്റ് ലെവലുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോളേജ് ലെവൽ ആർട്സ് ഫെസ്റ്റിവൽ ദാറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ഡിഫറെൻറ്റ് കോളേജസ്. ആർട്സ് ഫെസ്റ്റിവൽ അങ്ങനെ ആ ഒരു വീക്ക് അങ്ങനത്തെ ഒരു നല്ല ഹാപ്പി ആർട്സ് ഫെസ്റ്റിവൽ അങ്ങനെ പേര് കേട്ടുള്ള നിങ്ങളുടെ ഫെസ്റ്റിവലും എൻജോയ് ചെയ്യാനുള്ള ഡേയ്സാണ്. അത് വിചാരിച്ച് ആ ഡേയ്സിലൊന്നും പഠിക്കാതിരിക്കരുത്, പഠിച്ചോളണം. പിന്നെ കോളേജ് ലെവലിൽ നിങ്ങളുടെ S2 എക്സാം രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് ഫെബ്രുവരി 19. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. പിന്നെ ഉള്ളത് വെഡ്നെസ്ഡേ 26 ഹോളിഡേ ഉണ്ട്, മഹാശിവരാത്രി. ദെൻ 28 വരെയുള്ളല്ലോ ഫെബ്രുവരി. മാർച്ച് 4 ട്യൂസ്ഡേ ഫസ്റ്റ് സീരീസ് എക്സാം. മാർച്ച് 4 ഉള്ളിൽ നിങ്ങളുടെ ഫസ്റ്റ് സീരീസ് എക്സാം കോളേജ് ലെവലിലെ ആർട്സ് ഫെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സീരീസ് എക്സാം, ഫസ്റ്റ് ഇൻ്റർണൽ അക്കാഡമിക് അസസ്മെൻറ്റ്. അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിരിക്കും, മാർച്ച് 4 ഉള്ളിൽ കഴിഞ്ഞിരിക്കണം. ഏത് കോളേജിലാണെങ്കിലും മാർച്ച് 4 ഉള്ളിൽ കഴിഞ്ഞിരിക്കണം എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്വൈസറി ബോർഡ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് മാർച്ച് 14 അഡ്വൈസറി ബോർഡ്. അതൊക്കെ കഴിഞ്ഞതായി ഇവിടെ. പിന്നെ കുറച്ച് ഈ ഡേയ്സിലൊക്കെ റംസാൻ ഡേയ്സ് ആയിരിക്കും. അപ്പം പിന്നെ ഉള്ളത് മാർച്ച് 30 നിങ്ങൾക്ക് ഈദുൽ ഫിത്തറിൻ്റെ മൺഡേ ഹോളിഡേ ആയിരിക്കും. അവിടെ 2-3 ദിവസം ഹോളിഡേ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ആർട്സ് ഫെസ്റ്റിവൽ ഒരു കാര്യം ഓർക്കണം, ആർട്സ് ഫെസ്റ്റിവൽ വരുന്ന ഇവിടെ ഇല്ലേ ഫെബ്രുവരി 14 വാലൻസ് ഡേയും ഒരുമിച്ചായിരിക്കും. എൻജോയ് ചെയ്യും. ഇവിടെ മാർച്ച് കഴിഞ്ഞ്
ഏപ്രിലോട്ട് വരുന്ന സമയത്തും ഏപ്രിൽ സാറ്റർഡേയിൽ അവിടെ ഒരു റെഗുലർ ക്ലാസ്സസ് ആണ്, S2 റെഗുലർ ക്ലാസ്സസ് ബേസ്ഡ് ഓൺ KTU. അത് കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ 14 വിഷു, അംബേദ്കർ ജയന്തി ഹോളിഡേ. ഏപ്രിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സീരീസ് എക്സാം ടു ബി കംപ്ലീറ്റഡ് ഫോർ BTech S2 എന്ന് ഏപ്രിൽ 16 ഉള്ളിലായിട്ട് ഈ ഒരു വീക്കിലും സാറ്റർഡേ റെഗുലർ ക്ലാസ്സുള്ള ആ ഒരു വീക്കിലായിരിക്കാം എല്ലാ കോളേജിലും സെക്കൻഡ് സീരീസ് എക്സാം നടത്തുന്നത്. സെക്കൻഡ് സീരീസ് എക്സാം എൻഡ് ചെയ്തിരിക്കണം 15 ഉള്ളിൽ. പിന്നെ സിലബസ് കവറേജൊക്കെ കംപ്ലീറ്റ് ആയോ എന്നൊക്കെയുള്ള അവിടെ ചെക്കിങ് ഉണ്ടാവും. പിന്നെ മൺഡേ അവിടെ ഉള്ളത് ഏപ്രിൽ 17 മോണ്ടി, തേഴ്സ്ഡേ പെസഹ വ്യാഴം, ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളി, ഈസ്റ്റർ സൺഡേ ആണല്ലോ വരുന്നത്. അങ്ങനെ അവിടെ ഒരു 2-3 ദിവസം നിങ്ങൾക്ക് ഹോളിഡേ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും കഴിഞ്ഞ് നിങ്ങളുടെ ക്ലാസ്സൊക്കെ എൻഡ് ചെയ്യാണ്. എൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് ഫീഡ്ബാക്ക്, ദെൻ ക്ലാസ് എൻഡ്സ് എന്ന ഏപ്രിൽ 25 നിങ്ങളുടെ ക്ലാസ് എൻഡ് ചെയ്യാണ്. അറ്റൻഡൻസ് പബ്ലിഷ് ചെയ്യുന്ന ലാസ്റ്റ് ഡേ ആണ് ഏപ്രിൽ 25. നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഈ ജാനുവരി 21 നിങ്ങൾ ക്ലാസ്സിൽ വന്നു. സെം രജിസ്ട്രേഷനൊക്കെ ആയിട്ട് ആരും ക്ലാസ്സിലൊന്നും കയറിയിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ഒരു വീക്ക് സെം രജിസ്ട്രേഷനായിട്ട് കളഞ്ഞു പോവുകയാണ്. അത് കഴിഞ്ഞ് ജാനുവരി മാർച്ചിൽ റംസാൻ ആ ഒരു ഡേയ്സൊക്കെ ആയിരിക്കും. മാർച്ച് ഏപ്രിൽ 25 വരെ ക്ലാസ് ഉള്ളു. അപ്പം പരിമിതമായ കുറച്ച് ഡേയ്സിനുള്ളിൽ സീരീസ് ഫസ്റ്റും സീരീസ് സെക്കൻഡും എല്ലാം കഴിഞ്ഞിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് അസൈൻമെൻറ്റോ പ്രാക്ടിക്കൽസോ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, ട്യൂട്ടോറിയൽസ് എല്ലാം ഇല്ലേ, അതൊക്കെ അതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞിരിക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്കാണ് ഫൈൻ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് മീറ്റ് ആണെങ്കിലും എല്ലാം കൂടെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളായിരിക്കും ഈ S2 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മെയ്യിൽ തന്നെ എക്സാം വരുന്നുണ്ട്. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെയ്യിലൊക്കെ ഫുൾ ലീവ് വെക്കേഷനായിരുന്നു. ജൂണിലായിരുന്നു എക്സാം വന്നിരുന്നത്. അതൊക്കെ കഴിഞ്ഞിപ്പോൾ മെയ്യിൽ തന്നെ എക്സാം വരുന്നുണ്ട്. വെക്കേഷനാണ്. അത് അതിൻ്റെ ഇടയിൽ കൂടി ഒരു 5-6 ദിവസം നിങ്ങൾ എക്സാം എഴുതാൻ വരണം. അപ്പോൾ തീരെ ടൈമില്ല എന്ന് കണ്ടുകൊണ്ടും എല്ലാവരും എന്താ പറയുക, ഇൻ അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. എല്ലാം അതിൻ്റെ ടൈമിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ ഉള്ളത് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഇൻ്റർണൽ എക്സാം പബ്ലിഷ് ചെയ്യുന്നതൊക്കെ 28 ഏപ്രിൽ 28 അവിടെ ഇൻ്റർണൽ എക്സാമും അറ്റൻഡൻസൊക്കെ പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ വെക്കേഷൻ മീൻസ് സ്റ്റഡി ലീവ് ആവുന്നു. മെയ്യിൽ ഫസ്റ്റ് എക്സാം വരുന്നത് മെയ് 5 ഫസ്റ്റ് എക്സാം. കമൻസ്മെൻറ്റ് ഓഫ് S2 റെഗുലർ എക്സാമിനേഷൻ വരുന്നു. മെയ് 5 മെയ് 8 മെയ് 13 മെയ് 16 മെയ് 19 മെയ് 27 എക്സാം. ലാസ്റ്റ് മെയ് 22 എൻഡ് ചെയ്യാണ് എക്സാം. അപ്പോൾ മെയ് 5 തുടങ്ങിയിട്ട് 22 വരെ നിങ്ങൾക്ക് എക്സാമാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്റ്റഡി ലീവും ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഉള്ള ടൈമിൽ ക്ലാസ് കിട്ടുന്ന സമയത്ത് നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി സപ്ലി ഉണ്ടാവില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾ കൊടുക്കുക. അങ്ങനെ ഉണ്ടാവാതെ ഇനി മുമ്പോട്ട് സപ്ലി ഇല്ലാതെ എല്ലാ സബ്ജക്റ്റും എങ്ങനെയാണോ പഠിക്കേണ്ടത്, എങ്ങനെയാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആദ്യമായിട്ടാണല്ലോ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് കിടക്കുന്നതും ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എക്സാമൊക്കെ എഴുതുന്നതും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു എക്സാം വരുമ്പോൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ കിട്ടി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലേ ഞാൻ പാസ്സാവുള്ളൂ, നേരത്തെ കിട്ടിയാലും ഞാൻ നല്ല ഹൈ സ്കോർ ചെയ്യുള്ളൂ എന്നൊക്കെ. അതുകൊണ്ട് ഈ ഒരു S2 എക്സാമിന് എല്ലാവരും നല്ലപോലെ പഠിച്ച് നല്ലപോലെ എഴുതാൻ നോക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ക്ലാസ്സും ഇനിയുള്ള S2കാരുടെ കെമിസ്ട്രിയുടെ ക്ലാസ്സൊക്കെ ഞാൻ ഓരോരോ മോഡൽ വൈസ് ഇടുന്നതാണ്. ഒന്ന് കെമിസ്ട്രി സ്റ്റുഡൻസ് കെമിസ്ട്രി പഠിക്കുന്നവർക്ക് S2ൽ കെമിസ്ട്രി പഠിക്കുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യാം. പിന്നെ ഉള്ളത് S1-ൻ്റേതാണെങ്കിൽ ഏത് പോർഷൻ ആണെങ്കിലും S1 S2ൻ്റെ പോർഷൻസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.